ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ലിപ്സ്റ്റിക് ഫോർ ഇന്ത്യൻ സ്കിൻ ടോണിൻ്റെ പാർട്ട് 2ലേക്ക് പാർട്ട് 1 വാസ് റിയലി സക്സസ്ഫുൾ. കുറേ പേര് വീഡിയോസ് കണ്ടു. സോ പാർട്ട് 2ലേക്ക് നമുക്ക് കടക്കാം. സോ പാർട്ട് 2ൽ നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഒരു മെജൻഡ പോലത്തെ ഒരു കളറാണ്. 12 ബേബി ഹൗസ്മാൻ എന്നാണ് പേര്. ഇതിന് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ രണ്ടാമത് കാണിക്കുന്നത്. അതും ഷുഗറിൻ്റെ തന്നെയാണ്. മാറ്റസ് ഹെല്ലിൻ്റെ ക്രയോൺ ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് 32 മിസ്റ്റ് റോസ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ന്യൂഡ് സൈഡിലേക്കും ഇതൊരു പാർട്ടി വൈബ് സൈഡിലേക്കും തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആണ്. ഒരു ബ്രൈറ്റ് പിങ്ക് വൈൻ കളറാണ്. ഇത് കുറച്ചും കൂടി ഒരു ഡൾ ന്യൂഡ് കളറാണ്. അതാണ് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബേബി ഹൗസ്മാൻ ആണ്. നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഐ ഓൾറെഡി സെഡ് ഇതൊരു പാർട്ടി വൈബിലുള്ള കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ലുക്ക് തരുന്ന കുറച്ചും കൂടി ഒരു നല്ല ബ്രൈറ്റ് കളറിലുള്ള ലിപ്സ്റ്റിക്കാണ് ഈ ഹൗസ്മാൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഷുഗറിൻ്റെ തന്നെ മിസ് റോസ എന്ന് പറയുന്ന 32 ഷെയ്ഡാണ്. ഇതും അതേപോലെ തന്നെ ഒരു സിമിലർ ഷെയ്ഡാണ് എങ്കിൽ പോലും ഇത് ന്യൂഡാണ്. അത് കുറച്ചും കൂടി ബ്രൈറ്റാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഷെയ്ഡെന്ന് പറയുന്നത്. ഇതിന് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ന്യൂഡായത് കാരണം നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമായിരിക്കും. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ഔട്ടർ സൈഡിൽ ആ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നമ്മുടെ ഈ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഉള്ളിൽ കൊടുക്കുമ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി തേർഡായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു എവറിഡേ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് മാർസിൻ്റെ നമ്പർ 12 ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഭയങ്കര അത്യാവശ്യം ഒരു നല്ല ബ്രൗൺ കളറാണ്. നമുക്കത് ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കിത് സെക്കൻഡ് മേടിക്കണം. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണിത് കേട്ടോ. ഇതിന് ഒരു നല്ലൊരു ന്യൂഡ് കളർ. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു എവറിഡേ ലിപ്സ്റ്റിക്കിനകത്ത് വൺ ഓഫ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ മാസിൻ്റെ നമ്പർ 12 ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഡസ്കി സ്കിൻകാർക്കും ചേരും, അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പോകും തോന്നുന്നു. പക്ഷേ ഡസ്കി സ്കിന്നിന് ഇത് ഭയങ്കര നല്ലതാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എല്ലാ ഡസ്കി സ്കിൻകാരും ആദ്യമായിട്ട് ഇട്ട് തുടങ്ങുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരു ടൈം കാണുമല്ലോ. ഇങ്ങനെ പലവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതും പിന്നെ എൻ്റെ ഓൺ എക്സ്പീരിയൻസിലും ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടത് ഈ ലിപ്സ്റ്റിക്കാണ്. ഇത് ചായ 18 ആണ്, നൈക്കയുടെ. ഇത് ഭയങ്കരമായിട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് അത് കാരണം അവർ നല്ല റേറ്റ് ഇടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഞാൻ ഈ സീരീസിനകത്ത് കാണിച്ചെല്ലാം ഓൾറെഡി കുറച്ചൊക്കെ അഫോർഡബിൾ ആണ്. ഇത് കുറച്ച് റേറ്റ് വരുന്നേ ഉള്ളൂ, വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഇത് എല്ലാ ഡസ്കി സ്കിൻകാരുടെ കയ്യിലും കാണുന്ന ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻഹിബിഷൻ ഉണ്ട്, എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ കൊള്ളില്ലായിരിക്കും, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർ കാണില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ബോൾഡായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ചായ 18. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. ഇതിലേക്ക് കൂടിയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം. എൻ്റെ കഴിയാറായി, അത് കാരണമാണ് കുറച്ചൊരു ഷെയ്ഡിന് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ലിപ്സ്റ്റിക്ക്. സോ ഇതാണ് എൻ്റെ അടുത്ത റെക്കമെൻഡേഷനായിട്ട് വരുന്നത്. ഞാൻ ആദ്യമേ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് ഞാൻ എൻ്റെ പാർട്ട് 1 അതിനകത്ത് ഞാൻ ലാക്മേയുടെ കുറച്ച് ലിപ്സ്റ്റിക്ക് കാണിച്ചിരുന്നു. അതിൻ്റെ ഒരു മിക്സാണ് ഞാൻ ആദ്യമേ ഇട്ടിരുന്നത്. ഈ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക്കായിരുന്നു ആദ്യമേ ഇട്ടിരുന്നത്. സോ അത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 കണ്ടാൽ മതി. സോ
ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 4 ലിപ്സ്റ്റിക്. അപ്പോൾ ഇതിനെ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നമുക്ക് എവറി ഡേ നമുക്ക് എല്ലായിടത്തും ഇട്ടിട്ട് പോകാനും ഒന്ന് പുറത്തേക്കൊക്കെ പോകാനും ഇടാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് മാസിൻ്റെ. പിന്നെ ഒരു ബോൾ ലുക്ക് തരാൻ ഇതൊരു 4 kinds ഓഫ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്കിതിനെ റേറ്റ് ചെയ്യാൻ പറ്റില്ല. 1, 2, 3 എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇത് ഓരോ ഒക്കേഷൻസിന് യൂസ് ചെയ്യുക. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് എരിച്ച് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു പാർട്ടി ലിപ്സ്റ്റിക്കാണ്. നമ്മൾ ആദ്യമേ ചെയ്ത ബേബി ഹൗസ് മാൻ എന്ന് പറയുന്ന ഒരു പാർട്ടി വെയർ പോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. കുറച്ച് ബോൾഡാണ്, എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് നമുക്കൊരു എവറിഡേ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് മൈക്ക സ്റ്റായിറ്റി. ഓക്കെ ഗൈസ്, ബൈ ബൈ.